എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ആദ്യത്തെ ശമ്പളം തൊട്ട് കൃത്യമായിട്ട് ദശാംശം മാറ്റിവെച്ച് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ആദ്യം പറഞ്ഞു, എനിക്കിപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നുന്നില്ല, ആൾക്കത് അത്ര ഇഷ്ടം വന്നില്ല, എനിക്കിപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസിനെ ബാംഗ്ലൂർ കൊണ്ടുവരിക. അപ്പം ചാച്ചൻ അന്ന് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ നമ്മൾ വീടൊന്നും വാങ്ങിച്ചില്ലേ അവർ വരത്തില്ല. നമുക്ക് ഫസ്റ്റ് അവർക്ക് കൂടെ പറ്റിയ പോലത്തെ ഒരു വീടൊക്കെ വാങ്ങിച്ച് സെറ്റിലായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വിളിച്ചാൽ വരത്തുള്ളൂ. വീടൊക്കെ വാങ്ങിച്ച് അവരെ കൊണ്ടുവന്ന് സെറ്റിലായി കഴിയുമ്പം 1/10 കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. അന്ന് നമുക്ക് വേറെ പല റീസൺസ് വരാം അല്ലേ, അന്ന് വേറെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ കാണുന്നു. അത് മാത്രമല്ല, ഇന്ന് നമ്മളൊരു ചെറിയ ഇൻകം ഏൺ ചെയ്യുന്നത്, ചിലപ്പോൾ നമുക്ക് ശമ്പളക്കയറ്റം കിട്ടി വലിയൊരു ഇൻകം ആകാം. അപ്പോൾ ഞാൻ അതിൻ്റെ 1/10 എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ആണല്ലോ എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആൾക്കൊരു ചെറിയ അജിറ്റേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞാനും 1/10 കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പുള്ളി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരു സീരീസ് ഓഫ് അത്ഭുതങ്ങൾ നടന്നിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കതൊരു ഞെട്ടലാണ്. അപ്പം പുള്ളി കൊടുക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ, അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷത്തിനകം തന്നെ നമ്മളൊരു വീടെടുത്തു. ഹസ്ബൻഡിനാണെങ്കിൽ ഉടനെ ഓഫീസിൽ പ്രൊമോഷൻ കിട്ടുന്നു, നല്ലൊരു ഹൈക്ക് കിട്ടുന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ട് ആൾ തന്നെ പറയുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, 1/10 കൊടുപ്പ് എന്ത് അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. ഇത് ശരിക്കും ആ മലാഖയിൽ പറഞ്ഞ പോലെ ചെയ്ത് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇത്രയും ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അതിപ്പോഴും പറയും. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഓരോ പ്രൊമോഷൻ കിട്ടുമ്പം ഒരു 5% കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ശരി അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം ആ പറഞ്ഞതിന് 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രൊമോഷൻ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രൊമോഷൻ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് 1 വർഷമോടെ കഴിഞ്ഞപ്പോൾ അടുത്ത പ്രൊമോഷനും കിട്ടി. ഓൾമോസ്റ്റ് ഒരു ടോപ്പ് ലെവലിലെത്തി ആ കമ്പനിയുടെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഈ ഓരോ പ്രൊമോഷനും ആൾക്കാർ ടോപ്പ് ലെവലിലോട്ടൊന്നും കിട്ടത്തേ ഇല്ല. ഇനി കിട്ടിയാൽ തന്നെ 5-10 വർഷങ്ങളൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു എന്നാ പറയുന്നത്, വലിയൊരു കാലഘട്ടത്തിലാണ് അത് കിട്ടുന്നത്. അപ്പം എന്നോട് പറയുന്നത്, ഇത് ദൈവം തരുന്നതാണ്. കാരണം അങ്ങനെ ഒരു റോൾ അവിടെ വരാനും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെ എല്ലാം ദൈവം അവിടെ ഒരുക്കി വെച്ചിരിക്കുക. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹാൻഡ് തീർച്ചയായിട്ടും എനിക്കത് കാണാമെന്ന് പറയുക. ഇതൊരു ഓൺഗോയിങ് ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്തോറും വർദ്ധിക്കും. അപ്പം ഞാനിപ്പം കൂടുതൽ കൊടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ തിരിച്ചു കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം അബണ്ടൻസ് അത് ദൈവം അങ്ങ് തിരിച്ചു തരും. പിന്നെ ഞാനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്, അപ്പം നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എനിക്കെത്ര ആവശ്യമുണ്ടോ ആ പൈസ എവിടെ നിന്നെങ്കിലും വരും.